റഷ്യ ഒരു ലോ ലെവൽ പ്രോക്സി വാറിനൊന്നും ആരും എതിരല്ല. ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇത് പെർമനൻ്റ് ആയിട്ട് അങ്ങ് സീസ് ഫയർ ആവില്ല ഒരു കാരണവശാലും. കാര്യം ഈ പ്രോക്സികൾ ഉള്ളിടത്തോളം കാലം ഒരു ഇതുപോലെയുള്ള ഒരു മേജർ അറ്റാക്ക് ഉണ്ടാവില്ല ഒരു പ്രത്യേക രീതിയിൽ. പക്ഷേ പ്രോക്സികളുടെ സാന്നിധ്യവും ഇടയ്ക്കിടെയുള്ള ഒരു അറ്റാക്കുകളും തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് ടു ഗെറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം യു എസിൻ്റെ മുന്നിൽ ഇപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നതോടുകൂടി ഇപ്പം നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യു എ ഇയുമായിട്ട് കുറച്ച് കൂടുതൽ ക്ലോസ് ആയി. യു എ ഇ ഒപ്പക്കിൽ നിന്ന് മാറുന്നു. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് മാറി അവർ സ്വയം ഓയിൽ എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു തീരുമാനം. ആ ഒരു അൾട്ടിമേറ്റ് സിറ്റുവേഷൻ മുതലെടുത്തുകൊണ്ട് നമ്മൾ യു എ യുമായിട്ട് ധാരണയാകുന്നു. അപ്പോൾ യു എ യുമായിട്ട് ധാരണയാകുമ്പോൾ ആസ് ഓഫ് നൗ ട്രംപിന് വലിയ വിഷമമൊന്നുമില്ല. ട്രംപിന് വിഷമം ഇറാൻ്റെ അടുക്കൽ നിന്നോ അല്ലെങ്കിൽ റഷ്യയുടെ അടുക്കൽ നിന്നോ നമ്മൾ ഓയിൽ വാങ്ങുമ്പോഴാണ്. അല്ല എന്നുണ്ടെങ്കിൽ വെനിസ്വേലൻ ഓയിൽ ഇവിടെ കൊണ്ടുവരണം. നമ്മൾ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ യുദ്ധം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ലോകത്ത് ക്ഷാമം അല്ലെങ്കിൽ റിസഷൻ. ഇതാണ് അൾട്ടിമേറ്റ് വന്നിരിക്കുന്ന ഈ ഒരു ലോകത്തുണ്ടായിരിക്കുന്ന ക്ഷാമം എന്നുള്ളതാണ്. അതാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ പോലും സമീപ ഭാവിയിൽ ഇതിൻ്റെ റിസൾട്ട് ലോക ജനത മൊത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അതാണ് ഈ യുദ്ധത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സജിമോൻ, ഇവിടെ ഈ ട്രംപും നെതന്യാഹുവും തമ്മിൽ അല്ലെങ്കിൽ ട്രംപിന് നെതന്യാഹുവിനോട് മോശം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ട്രംപ് തന്നെ കൺഫേം ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ന്യൂയോർക്ക് പോസ്റ്റിലെ ഇന്നത്തെ റിപ്പോർട്ടാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ട്രംപ് പറയുകയാണ്, ഐ വാസ് എ ലിറ്റിൽ പെർസ്റ്റർബ്ഡ് അറ്റ് ഹിസ് കോൺസ്റ്റന്റ്ലി ഫൈറ്റിംഗ് വിത്ത് ലെബനൻ. ട്രംപ് സെഡ് ആഡിംഗ് ദാറ്റ് ഹി ടോൾഡ് ദ ഇസ്രായേലി ലീഡർ വി ഗോട്ട് സ്റ്റോപ്പ് ദിസ്. അപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ കുറച്ച് പരുഷമായിട്ട് നെതന്യാഹുവിനോട് സംസാരിച്ചു എന്നുള്ള കാര്യം ട്രംപ് തന്നെ സമ്മതിക്കുന്നുണ്ട്. മഞ്ജുഷ, അത് ഒരു പരിധിവരെ കറക്റ്റ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആണിത്. എന്താണ് ഒരു പോളിസി ഡിസഗ്രിമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു കാരണവശാലും ലെബനനെ ഇതിനകത്ത് തള്ളിക്കൊണ്ടുവന്ന് അവിടെയും കൂടെ ഇതിനകത്ത് ഡ്രാഗ് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിക്ക് ഒപ്പോസ് ആണ്. അപ്പൊ ട്രംപിന്റെ അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു മെയിൻ ഗോൾ അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇറാൻ മാത്രമാണ്. അല്ലെങ്കിൽ അവിടെ തന്നെ ലിമിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അവിടുന്ന് അത് എക്സ്കലേറ്റ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോവണ്ട എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ്. എന്നാൽ ഇസ്രായേലിന്റെ ഉദ്ദേശം അതല്ല. അതോടുകൂടി മറ്റു രാജ്യങ്ങൾ